ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ കുമ്പളങ്ങ തോരനാണ്. എനിക്കും നേരത്തെ കുമ്പളങ്ങ വെച്ച് തോരൻ ഉണ്ടാക്കുമെന്ന് അറിയില്ലായിരുന്നു. ഞാനും കുമ്പളങ്ങ തൈര് വെച്ചിട്ട് ചാറും പിന്നെ സാമ്പാർ മെത്തഡും മാത്രമേ അറിയുള്ളായിരുന്നു. ഞാനും ഒരു വട്ടം വെറുതെ ഒന്ന് വെച്ച് നോക്കി. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇതിൻ്റെ തോരന് നല്ല കട്ടിയാണ്, മുറിച്ചെടുക്കാനായിട്ട്. നമുക്കിനി നമ്മുടെ കുമ്പളങ്ങയെ ചെറുതായിട്ട് നമുക്ക് അരിയാം. ഞാൻ ചെറിയ 2 പീസ് എടുത്തുള്ളൂ. തോന്നിട്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ളതാണ്. ഒരുപാടായിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എന്ത് സാധനം ചെറുതായിട്ട് ശകലം ക്വാണ്ടിറ്റി ചെറുതാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ചെയ്യും. ഇത് ചെറുതായിട്ട് ഇതാണ് നമ്മുടെ അരിഞ്ഞ് വെച്ച ഇൻഗ്രീഡിയൻസ്. നമ്മുടെ കുമ്പളങ്ങയുണ്ട്, പിന്നെ തേങ്ങ, പച്ചമുളക്, പിന്നെ ഒരു സവോള, പിന്നെ കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പും. പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ചാണ് ഇത് തോരൻ. സാധാരണ എല്ലാം തോരൻ വെക്കുന്നത് തന്നെയാണ് ഇതിൽ തോരൻ വെക്കുന്നത്. നമുക്കിനി നമ്മുടെ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞുള്ളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ആ ചെറിയ സവാളയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കാം. അതിനകത്തോട്ട് നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് നമ്മുടെ തേങ്ങയും നമ്മുടെ കുമ്പളങ്ങ അരിഞ്ഞതും കൂടെ കൂടിയിട്ട് ഇളക്കി എടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് വേണേൽ പിഴിയാം ഈ കുമ്പളങ്ങ, അല്ല എങ്കിൽ പിഴിയേണ്ട കാര്യമില്ല. വേറെ വെള്ളം തോരൻ, സാധാരണ നമ്മൾ തോരനൊക്കെ വെള്ളം ചേർക്കുന്ന പോലെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ലേശം കൈവെള്ളം നമ്മൾ തളിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് പിഴിയാത്തതുകൊണ്ട് ഇനി ഒട്ടും വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതില്ല. നമുക്ക് ഇളക്കിയെടുത്ത് ഇത് അടച്ചെടുത്ത് നമുക്ക് മൂടി വെക്കാവുന്നതാണ്. എല്ലാം മിക്സ് ചെയ്ത് വെച്ച് നമുക്കിനി നമുക്ക് തട്ടിപ്പൊട്ടി വെക്കാം. എന്നിട്ട് ഇതിന് തന്നെ നമുക്ക് മൂടി വെച്ച് വേഗം വെക്കാം. ഇത് നമ്മുടെ കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ.